ഹായ് ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്ഷിപ്രപ്രസാദിയാണ് ശിവഭഗവാൻ, അതുപോലെ തന്നെ ക്ഷിപ്രകോപിയുമാണ്. നമ്മുടെ ഉള്ളിലുള്ള ഭക്തി സത്യമാണെങ്കിൽ, അതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ ഭഗവാനായിട്ട് സമർപ്പിക്കാൻ ഒന്നും തന്നെ ഒരു കാണിക്കയും ഇല്ലെങ്കിൽ പോലും ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും. കരുണാമയനാണ് പരമശിവൻ എന്നത് എല്ലാവർക്കും തന്നെ അറിയാം. എന്നിരുന്നാലും നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ക്ഷിപ്രകോപിയായിട്ടുള്ള ഭഗവാന് അതിന് നൽകുന്ന ശിക്ഷയും വളരെ വലുതായിരിക്കും. പ്രപഞ്ചനാഥനാണ് ഭഗവാൻ, ലോകം കണ്ട ഏറ്റവും വലിയ ഗുരുനാഥൻ. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഗുരുനാഥനെ പോലെ വേണം മഹാദേവനെ കാണാനായിട്ട്. നമ്മളെ ശിക്ഷിക്കാനും രക്ഷിക്കാനും ഏറ്റവും കൂടുതൽ അധികാരമുള്ളത് മഹാദേവന് തന്നെയാണ്. ഭഗവാന്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള അനുഗ്രഹം എല്ലാവർക്കും തന്നെ ലഭിച്ചിട്ടുണ്ടാകും. അത് നിങ്ങൾക്ക് പലപ്പോഴും നേരിട്ട് മനസ്സിലാകുന്ന സാഹചര്യവും ഉണ്ടായിരിക്കാം. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട അവസ്ഥയിൽ, ആരും കൂടെയില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ പലപ്പോഴും പലർക്കും ഭഗവാൻ കൈപിടിച്ചുയർത്തിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ശിവചൈതന്യം തൊട്ടറിയാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെയധികം പുണ്യകരമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെയധികം ഭാഗ്യമുള്ള ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും തന്നെ ശിവഭഗവാനെ പ്രാർത്ഥിക്കാറുണ്ട്, ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്താറുമുണ്ട്. ശിവക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും പല കാര്യങ്ങളിലും ഇവിടെ ഈ ഒരു ശിവക്ഷേത്രത്തിൽ വ്യത്യസ്തത പുലർത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശിവക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ, അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത ചില ചിട്ടകൾ ആ ക്ഷേത്രത്തിലുണ്ടാവും. അതൊക്കെ നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ ഇത് ശിവകോപത്തിന് കാരണമാകും. അതുകൊണ്ട് തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിച്ചു വേണം ദർശനം നടത്താനായിട്ട്. അപ്പോൾ അങ്ങനെ ശിവക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, ശിവക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള 7 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ശിവക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ശിവക്ഷേത്രത്തിൽ പൂർണ്ണ പ്രദക്ഷിണം സാധ്യമല്ല എന്നുള്ളത്. ആ കാര്യമാണ് ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ശിവക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത കാര്യം എന്ന് പറയുന്നത്, മറ്റൊരാൾക്ക് നാശം വരുത്തണേ, അല്ലെങ്കിൽ നമുക്ക് ദ്രോഹം ചെയ്ത ആൾക്ക് കാണിച്ചു കൊടുക്കണേ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങൾ വരണേ, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ഒരു കാരണവശാലും പ്രാർത്ഥിക്കാൻ പാടുള്ളതല്ല. ഭഗവാൻ എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്. നമ്മൾ പറയാതെ തന്നെ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ സങ്കടങ്ങളും എല്ലാം തന്നെ ഭഗവാനെ അറിയാൻ പറ്റും. അപ്പം നമുക്ക് ആരെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നൽകേണ്ട ഫലം ഭഗവാൻ നൽകിക്കോളും. അത് നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്, അതായത് ഇങ്ങനെ മറ്റുള്ളവർക്ക് ദോഷം വരുത്തണേ എന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്നത്, ആ ദോഷം നമുക്ക് തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെയും ആ രീതിയിൽ ക്ഷേത്രങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല. ഞാൻ വീണ്ടും പറയുകയാണ്, മഹാദേവൻ ക്ഷിപ്രകോപിയാണ്. നിങ്ങൾ അങ്ങനെ മറ്റൊരാൾക്ക് ദുരന്തമുണ്ടാവണം അല്ലെങ്കിൽ ദുരിതമുണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭഗവാന് അത് കോപിതനാക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഭഗവാന് അത് നിങ്ങൾക്കൊരു തിരിച്ചടിയായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തരുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ശിവക്ഷേത്രത്തിൽ പോകുന്നു, അവിടെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടായിരിക്കും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പലരും പറയാറുണ്ട്, എൻ്റെ ഈ ഒരു ആഗ്രഹം നടത്തി തന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്യാം, ഭഗവാൻ ഇന്ന കാര്യം ചെയ്യാം എന്നുള്ളത്. ഇങ്ങനെ നമ്മൾ പറയുന്ന നേർച്ചകൾ ഒരു കാരണവശാലും നമ്മൾ ഭഗവാനോടാണ് പറയുന്നത്, അത് മറ്റൊരാളോട് പറയാൻ പാടുള്ളതല്ല.
പലരും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ ഭഗവാന്റെ മുന്നിൽ നേർച്ചകൾ നമ്മൾ മനസ്സിലായിരിക്കുമല്ലോ പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെയൊരു കാര്യം നടന്നു കഴിഞ്ഞാൽ ഭഗവാനെ ഞാനിങ്ങനെ ചെയ്തു തരാം, അല്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്യും എന്ന് പ്രാർത്ഥിച്ചിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഇത് സംഭവിക്കുകയാണെങ്കിൽ ഇങ്ങനെ വന്ന് ചെയ്യണം എന്ന് മറ്റുള്ളവരോട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഭഗവാനും തമ്മിലുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു കോണ്ടാക്റ്റിൽ നിങ്ങൾ മറ്റുള്ളവരെ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആരായിക്കോട്ടെ, നിങ്ങളുടെ ബന്ധു ആയിക്കോട്ടെ, സുഹൃത്തായിക്കോട്ടെ, ആരോടാണെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് പാടില്ല. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മളൊരു ക്ഷേത്രത്തിൽ ചെല്ലുന്ന സമയത്ത്, ശിവക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് എവിടെയാണ്? ഭഗവാന്റെ തിരുമുന്നിൽ പോയി നിന്ന് നമ്മുടെ സങ്കടങ്ങളുടെ ഭാണ്ഡക്കെട്ട് അഴിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഒരു 90% ആൾക്കാർക്കും അവിടെ പോയിട്ട് പറയാനുണ്ടാവുക സങ്കടങ്ങൾ തന്നെയാണ്. സങ്കടങ്ങളും ദുരിതങ്ങളും ഇല്ലാത്ത മനുഷ്യരില്ലല്ലോ. അപ്പം നമ്മൾ നമ്മുടെ സങ്കടങ്ങളാണ് അവിടെ ചെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ ക്ഷേത്രത്തിലേക്ക് എത്തിയ ഉടനെ തന്നെ നമ്മൾ നേരെ ഭഗവാന്റെ മുന്നിലേക്ക് നമ്മുടെ പരാതികൾ ബോധിപ്പിക്കുകയായിരിക്കും ചെയ്യുന്നത്. നമ്മൾ ശിവക്ഷേത്രത്തിൽ എത്തിയ ഉടനെ തന്നെ ആദ്യം വണങ്ങേണ്ടത് നന്ദിയെയാണ്. നന്ദിയെ വണങ്ങി നന്ദിയുടെ ചെവിയിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ സങ്കടം പറയേണ്ടത്. ശേഷം 3 തവണ ഓം നമഃ ശിവായ മന്ത്രം ചൊല്ലിയതിന് ശേഷമാണ് നമ്മൾ ഭഗവാന്റെ മുന്നിലേക്ക് പോയി പ്രാർത്ഥിക്കേണ്ടത്. ഈ ഒരു കാര്യം കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു കാര്യം കൂടെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ശിവക്ഷേത്രങ്ങളിൽ 90% ശിവക്ഷേത്രങ്ങളിലും നന്ദി പ്രതിഷ്ഠയുണ്ടാവും. അപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്ത് ആ നന്ദിയെ വണങ്ങിയ ശേഷം മാത്രം ഭഗവാന്റെ മുന്നിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. ഇനി 4ാമത്തെ കാര്യം, പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഭഗവാനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുന്നത്. അതായത് ഭഗവാൻ ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്തു തരൂ, ഭഗവാൻ ഉണ്ടെങ്കിൽ നാളെ എനിക്കിങ്ങനെ സംഭവിക്കും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ഒരു കാരണവശാലും ഭഗവാനെ വെല്ലുവിളിക്കാൻ പാടില്ല. നമ്മളെ ഒരാൾ വെല്ലുവിളിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ഫീലിങ്സ് എന്തായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഒരു റിയാക്ഷൻ എന്തായിരിക്കും? നമുക്ക് ദേഷ്യമല്ലേ വരിക? അതുപോലെ തന്നെയാണ് ഭഗവാനും വരുന്നത് ദേഷ്യം തന്നെയായിരിക്കും. നമ്മളിങ്ങനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പ്രാർത്ഥനകൾ നടത്തുന്ന സമയത്ത് ഭഗവാനിലും അത് ദേഷ്യം തന്നെയാണ് ഉണ്ടാക്കുക. അപ്പോൾ ആ കാര്യവും എല്ലാവരും തന്നെ മനസ്സിലാക്കണം. പിന്നെ 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് ശരീരശുദ്ധിയും മനഃശുദ്ധിയുമാണ്. എല്ലാ ക്ഷേത്രങ്ങളിൽ പോകുന്ന സമയത്തും ശരീരശുദ്ധിയും മനഃശുദ്ധിയും ആവശ്യമാണ്. എന്നിരുന്നാലും നമ്മൾ മനസ്സിൽ കളങ്കം വെച്ചുകൊണ്ട് ശിവക്ഷേത്ര ദർശനം നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഗുണങ്ങളും അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഫലങ്ങളും ലഭിക്കില്ല. ദോഷങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. കുളിച്ച് ശുദ്ധിയായി നല്ല മനസ്സോടുകൂടി നല്ല ആഗ്രഹത്തോടുകൂടി നമ്മുടെ നല്ലതിന് വേണ്ടിയായിരിക്കണം നമ്മളെപ്പോഴും ക്ഷേത്ര ദർശനം നടത്തേണ്ടത്. ഇനി 6ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് നമുക്കൊരു ഫലം ലഭിക്കുകയുള്ളൂ. എന്ത് കാര്യം തന്നെ ആയിക്കോട്ടെ, നമ്മൾ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമേ നമുക്ക് ഫലം ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ വേണം ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്താനായിട്ട്. മനസ്സിൻ്റെ ഉള്ളിൽ പോലും സംശയത്തിൻ്റെ ഒരു കണിക പോലും ഉണ്ടാവാൻ പാടില്ല. പലർക്കും സംശയമാണ്, ഭഗവാൻ ഉണ്ടോ, ഭഗവാൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ടോ, എൻ്റെ ആഗ്രഹം നടത്തിത്തരുമോ? നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ സങ്കടം, അതിനൊരു പരിഹാരം ഭഗവാൻ നൽകും എന്ന് പൂർണ്ണമായിട്ടുള്ള ഉറച്ച വിശ്വാസത്തോടെ വേണം പ്രാർത്ഥിക്കാനായിട്ട്. ഒരു കാരണവശാലും സംശയം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേൾക്കില്ല. ഇനി 7ാമത്തെ കാര്യം, പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഭഗവാനോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നു, ഭഗവാൻ അത് നടത്തി തരുന്നില്ല, ഭഗവാനെ പഴിക്കുകയാണ്. എത്ര ദിവസമായിട്ട് ഞാൻ വരുന്നു, എൻ്റെ മുന്നിൽ കണ്ണു തുറക്കുന്നില്ല, എന്തൊരു ഭഗവാനാണിത്, ഭഗവാൻ ഇല്ല. അപ്പോൾ ഭഗവാനെ പഴിക്കുക, നമുക്ക് ഏറ്റവും നല്ലത് ഏതാണോ അതായിരിക്കും ഭഗവാൻ തരുന്നത്. നമുക്ക് തരുന്നതിൽ സംതൃപ്തിയാകുക അല്ലെങ്കിൽ സംതൃപ്തി അടയുക എന്നുള്ള ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ആവശ്യം ഒരു ആഗ്രഹം ഭഗവാനോട് പറയുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിന് അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പിന് അത് ആവശ്യമാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഭഗവാൻ തീർച്ചയായിട്ടും നമുക്കത് തരും.
നമ്മൾ കഷ്ടപ്പെട്ടിട്ടും നമുക്കൊരു കാര്യം ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഭഗവാനെയല്ല നമ്മൾ പഴിക്കേണ്ടത്. അതിലും വലുതെന്തോ ഭഗവാൻ നമുക്കായിട്ട് കാത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയല്ലേ വേണ്ടത്. ഈ ഒരു കാലഘട്ടത്തിൽ പലർക്കും ഇല്ലാത്തത് ക്ഷമയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇപ്പം ഇന്ന് നമ്മൾ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നാളെ ഭഗവാൻ അത് നമുക്ക് തന്നിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നാളെ മുതൽ ഭഗവാൻ ഇല്ല. ആ ഒരു ചിന്താഗതിയാണ് പലരും മനസ്സിൽ സൂക്ഷിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ പ്രയത്നിച്ചു കൊണ്ടേയിരിക്കുക. നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ഒരു സ്വാധീനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ചൈതന്യം എല്ലായ്പ്പോഴും ഉണ്ടാകും. ആ ഒരു ചൈതന്യം എപ്പോഴും നമ്മളെ സംരക്ഷിക്കും. അപ്പോൾ ഇനി നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന സമയത്ത്, ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും തന്നെ മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മൾ നല്ലത് വരാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് തന്നെ തിരിച്ചടിയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മടിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. നന്ദി.